നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു 10 വർഷത്തെ ഭരണകാലയളവ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴുള്ള ആകാംക്ഷഭരിതമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് തലസ്ഥാന നഗരി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വോട്ടെണ്ണൽ ദിനത്തിന് തൊട്ടു മുൻപുള്ള നിശബ്ദതയിലേക്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മടക്കം, അത് രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് ഇവിടെ വീക്ഷിക്കുന്നത്. ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് കണ്ണൂരിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത് കേവലം ഒരു വിശ്രമയാത്ര എന്നതിലുപരിയായിട്ട് വരാനിരിക്കുന്ന ഭരണമാറ്റത്തിൻ്റെ മുൻകൂർ സൂചനയാണോ എന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ്. 10 വർഷം നീണ്ട അധികാര കേന്ദ്രത്തിൽ നിന്ന് വോട്ടെണ്ണലിന് 48 മണിക്കൂർ ബാക്കി നിൽക്കെ അദ്ദേഹം തലസ്ഥാനം വിട്ടത് ഇടതുപക്ഷ ക്യാമ്പുകളിൽ വലിയ തോതിലുള്ള നെഞ്ചിടിപ്പിന് കാരണമായിട്ടുണ്ട്. ഭരണത്തലപ്പത്ത് അചഞ്ചലനായിട്ട് ഇരുന്ന ഒരു നേതാവ് ജനവിധി അറിയുന്നതിന് മുൻപേ സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിയത് ഒരു കീഴടങ്ങലിൻ്റെ പരോക്ഷ പ്രഖ്യാപനമാണെന്ന് രാഷ്ട്രീയ ശത്രുക്കൾ ആരോപിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ ഈ നീക്കത്തെ ഏതു രീതിയിൽ പ്രതിരോധിക്കുമെന്നത് കണ്ടറിയണം. യാത്ര തിരിക്കുന്നതിന് മുൻപായിട്ട് മുഖ്യമന്ത്രി നടത്തിയ ചടങ്ങുകൾ ഒരു യാത്രയയപ്പിൻ്റെ പ്രതീതിയാണ് സെക്രട്ടേറിയറ്റിലും ഉദ്യോഗസ്ഥ വൃത്തങ്ങളിലുമൊക്കെ തന്നെ സൃഷ്ടിച്ചത്. തന്നോടൊപ്പം ദീർഘകാലം സഹകരിച്ച വിവിധ വകുപ്പ് അധ്യക്ഷന്മാരെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ നേരിൽ കണ്ട് നന്ദി പ്രകാശിപ്പിച്ച അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള ഒരു വിടവാങ്ങലിൻ്റെ ഗൗരവം ആ കൂടിക്കാഴ്ചകളിലൊക്കെ തന്നെ നിലനിർത്തിയിരുന്നു. 10 വർഷത്തെ ഭരണനിർവഹണത്തിന് ശേഷം ഇനി കാണാം എന്ന ലളിതമായ വാക്കുകളിൽ അദ്ദേഹം സംഭാഷണം അവസാനിപ്പിച്ചെങ്കിലും ഉദ്യോഗസ്ഥർക്കിടയിൽ അത് വലിയൊരു ഭരണകാലയളവിൻ്റെ അവസാനമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. മെയ് 1 അവധി ദിനത്തിൽ സെക്രട്ടേറിയറ്റിൽ പോകാതെ വിശ്വസ്തരായിട്ടുള്ള ചിലരെ മാത്രം പ്രത്യേകം വിളിച്ച് സംസാരിച്ചതും ഭരണ തുടർച്ചയിലുള്ള ആത്മവിശ്വാസം ചോർന്നു പോയതിൻ്റെയൊക്കെ തന്നെ ലക്ഷണമായിട്ട് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നു. വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ അധികം നടത്താത്ത പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഉള്ളിലെ ആ ഒരു പിരിമുറുക്കം ആ യാത്രയിൽ നിഴലിച്ചിരുന്നുവെന്നും അത് തൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് വഴിവെച്ചതായിട്ട് പറയപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 20 ദിവസത്തോളം നീണ്ടുനിന്ന കാത്തിരിപ്പിനിടയിൽ LDF നേതൃത്വം വലിയ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ എല്ലാ കണക്കുകൂട്ടലുകളെയും തകിടം മറിക്കുന്നതായിരുന്നു. താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ശുഭകരമാണെന്ന് നേതാക്കൾ ആവർത്തിച്ചിരുന്നുവെങ്കിലും പ്രമുഖ സർവേകളെല്ലാം തന്നെ ഭരണമാറ്റത്തിനുള്ള സാധ്യതകളാണ് പ്രവചിച്ചത്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി തൻ്റെ ഔദ്യോഗിക വസതിയുടെ പടിയിറങ്ങാനായിട്ട് തീരുമാനിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ഭരണപരാജയം നേരിട്ട ശേഷം പടിയിറങ്ങുന്നതിനേക്കാൾ മുൻപേ തന്നെ ഒഴിഞ്ഞു മാറുന്നതാണ് ഉചിതമെന്ന ചിന്തയിലാകാം ഒരുപക്ഷെ അദ്ദേഹം കുടുംബത്തോടൊപ്പം തൻ്റെ നാട്ടിലേക്ക് പിണറായിയിലേക്ക് മടങ്ങിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. 10 വർഷത്തെ തൻ്റെ രാഷ്ട്രീയ അധ്വാനത്തിന് ജനങ്ങൾ നൽകുന്ന മാർക്ക് അത് എത്രയായിരിക്കുമെന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ആശങ്ക മുഖ്യനെ സംബന്ധിച്ച് അലട്ടുന്നുണ്ടെന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ പ്രത്യേകിച്ചും ഇടതുമുന്നണിയുടെ പതനത്തിന് ആക്കം കൂട്ടിയതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ സുതാര്യതയില്ലെന്ന ആരോപണങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു. ഇതിനു പുറമെ CPM BJP അന്തർധാരയുണ്ടെന്ന പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രചരണവും അതുപോലെ തന്നെ SDPI പോലെയുള്ള സംഘടനകളുമായിട്ടുള്ള ധാരണകളും ന്യൂനപക്ഷ വോട്ടുകളിലൊക്കെ തന്നെ വിള്ളലുണ്ടാക്കിയോ എന്നുള്ള സംശയവും ഇപ്പോൾ പാർട്ടിക്കുണ്ട്. ഓരോ ഘട്ടത്തിലും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും വിവാദങ്ങളുടെ വേലിയേറ്റത്തിൽ പലപ്പോഴും സർക്കാരിന് പ്രതിരോധം തീർക്കാനായിട്ട് സാധിച്ചില്ല. ഈ വീഴ്ചകളെല്ലാം തന്നെ വോട്ടെണ്ണൽ ദിനത്തിൽ പ്രതിഫലിക്കുമെന്ന തിരിച്ചറിവ് ഭരണകക്ഷിയിൽ വലിയ തകർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭരണം അത് മലയാളികൾക്ക് എത്രത്തോളം ഗുണകരമായിരുന്നുവെന്ന കാര്യത്തിൽ അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വലിയ സംവാദങ്ങൾ ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോടികൾ ചിലവിട്ട് പ്രതികളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചുവെന്ന ആരോപണവും അതുപോലെ തന്നെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിലുണ്ടായ വികാരങ്ങളുമൊക്കെ തന്നെ ജനവിധിയിൽ പ്രതിഫലിച്ചേക്കാം. വയനാട്ടിലെ ദുരന്തബാധിതരുടെയൊക്കെ തന്നെ കണ്ണീരും അവരുടെ കാത്തിരിപ്പും ഈ ഭരണകൂടത്തിൻ്റെ വിമുഖതയ്ക്കെതിരെയുള്ള വോട്ടായിട്ട് മാറുമോ എന്നുള്ള ഭയം CPM കേന്ദ്രങ്ങളെ അലട്ടുന്നുണ്ട്. 10 വർഷത്തെ തൻ്റെ ഭരണം ചരിത്രം എങ്ങനെ അടയാളപ്പെടുത്തുമെന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് തന്നെ ചിലപ്പോൾ ഇപ്പോൾ ചില ആശങ്കകൾ ഉണ്ടായേക്കാം. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും തരം താഴ്ന്ന പരാമർശങ്ങളും കൊണ്ട് കലുഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമുള്ള ഈ ഒരു നിശബ്ദത അത് തീർച്ചയായിട്ടും വലിയൊരു കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയാണെന്ന് കരുതുന്നവരും കുറവല്ല. ഇനി വരാനിരിക്കുന്ന ഈ മണിക്കൂറുകൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. കാരണം അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ആർക്ക് ലഭിക്കുമെന്നത് പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രം അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പിൻവാങ്ങൽ UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്.
അതേസമയം തന്നെ ഇടതുമുന്നണിയിലെ മന്ത്രിമാരടക്കം തന്നെ കടുത്ത മത്സരമാണ് നേരിടുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും LDF ക്യാമ്പിനെ കൂടുതൽ നിരാശരാക്കി മാറ്റുന്നുണ്ട്. ക്ലിഫ് ഹൗസിൽ നിന്ന് ധർമ്മടം ലക്ഷ്യമാക്കി മുഖ്യമന്ത്രിയുടെ വാഹനം നീങ്ങിയപ്പോൾ അത് കേവലം ഒരു മടക്കയാത്രയല്ല, മറിച്ച് ഒരു യുഗത്തിൻ്റെ അന്ത്യമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിൽ അധികവും. ജനവിധിയുടെ അന്തിമ ഫലം അത് പുറത്തു വരുന്നതോടെ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു മുൻകൂർ കീഴടങ്ങൾ ശരിയാണോ എന്ന് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും കേരളം മുഴുവൻ പരാജയപ്പെട്ടാലും തൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടം തന്നെ കൈവിടില്ലെന്ന ഏക വിശ്വാസം മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഏറെ ആശ്വാസമാകുന്നത്.